ചെർക്കള സെക്ഷന്റെ പരിധിയിൽ വൈദ്യുതി മുടക്ക് പതിവാകുന്നു. 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് വൈദ്യുതി ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടുമെങ്കിലും നീണ്ട മണിക്കൂറുകളോളം വൈദ്യുതി ലഭിക്കാറില്ല. ഇത് പ്രദേശവാസികളെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. മുളിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും ബോവിക്കാനത്തും തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പൂർണ്ണമായും പരിഹരിക്കുക. ബോവിക്കാനം ആസ്ഥാനമായി വൈദ്യുതി സെക്ഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക. കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് മുളിയാറിലെ വോൾട്ടേജ് പ്രശ്നത്തിന് പരിഹാരം കാണുക. മുളിയാറിനോടുള്ള വൈദ്യുതി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് തയ്യിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുടിശ്ശികയെക്കുറിച്ച് കേൾക്കാൻ അറിയാമായിരിക്കും. 3000 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കാനുള്ളത്. നിങ്ങളുടെ ആരുടെയും കടയിൽ ഒരു ബില്ല് അടച്ചില്ലെങ്കിൽ ഇവർ ഉടനെ വന്നിട്ട് ഫീസ് ഈ ഉദ്യോഗസ്ഥൻ പുരിയല്ല. നിങ്ങളുടെ കടയിൽ വന്ന് ബില്ലടച്ചില്ലെങ്കിൽ ഇവർ ഉടനെ വന്നിട്ട് നിങ്ങളുടെ ഫീസ് ഊരിയിട്ട് പറയും ബില്ലടച്ചില്ല, ബില്ലടച്ചിട്ട് കൊണ്ടത് കാണിച്ചാൽ ഫീസ് കൊണ്ടത് കിട്ടിത്തരാമെന്ന് പറയും. അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നടപ്പിലാക്കുന്ന ഈ ബോർഡ് കേരളത്തിൽ 3000 കോടി രൂപ കുടിശ്ശിക പിടിച്ചു വെച്ചിരിക്കുന്നത്. വാട്ടർ സപ്ലൈ ഗവൺമെന്റിന്റെ സാധനമാണ്. നമുക്ക് വെള്ളം തരുന്ന വാട്ടർ സപ്ലൈ 254 കോടി രൂപ അടയ്ക്കാനുണ്ട്. ഗവൺമെന്റ് സെക്ടറുകളിൽ ഏതാണ്ട് 300 കോടി രൂപ അടയ്ക്കാനുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഏതാണ്ട് 450 കോടിയോളം പൈസ അടയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആര് പൈസ അടയ്ക്കുന്നത്? ബോവിക്കാനം യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PMM അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹംസ ചോയ്സ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് ട്രഷറി ഭാസ്കരൻ ചേടിക്കാന നന്ദി പ്രകാശിപ്പിച്ചു. ചെർക്കള യൂണിറ്റ് പ്രസിഡന്റ് ഷരീഫ്, സെക്രട്ടറി അശോകൻ നമ്പ്യാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു.